വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആമുഖ പ്രസ്താവനകൾ രാഷ്ട്രീയ പ്രേരിതം. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ബജറ്റിലില്ല. മുൻ സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റിയും അല്ലാതെയും ആവർത്തിക്കുക മാത്രമാണ് UDF എന്നും കുറ്റപ്പെടുത്തൽ. കേരളം വലിയ സാമ്പത്തിക അപകടാവസ്ഥയിലാണെന്ന തരത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് പ്രസംഗത്തിൽ നടത്തിയ ആമുഖ പ്രസ്താവനകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബജറ്റിലെ ആകെ തുകയുടെ വിഹിതം പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലല്ലെന്ന് വ്യക്തമാകും. 2000 കോടിയുടെ അധിക വിഹിതം നീക്കിവെക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക പ്രതിസന്ധി വാദത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നതാണെന്നും ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ 6000-ലധികം കോടി രൂപയുടെ തുക നീക്കി ബാക്കി നിർത്തിയാണ് LDF സർക്കാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ തുക ഉപയോഗിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസ പദ്ധതികളും നാടിന്റെ വികസനത്തിനായുള്ള അടിത്തറയും ഒരുക്കാൻ ഈ സർക്കാരിന് കഴിയുമായിരുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ജനക്ഷേമ കാര്യങ്ങളിലും നാടിന്റെ വികസനത്തിലും സർക്കാർ ബോധപൂർവം പിൻവാങ്ങുകയാണ്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പല ജനക്ഷേമ പദ്ധതികളുടെയും വിഹിതം ഈ ബജറ്റിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പരമ്പരാഗത വ്യവസായ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം കുറച്ചത് ഇതിന് തെളിവാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. ആസിയാൻ കരാറിന്റെ തുടർഫലമായി സംസ്ഥാനത്തെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മുൻ LDF സർക്കാർ ഇതിനെതിരെ റബ്ബർ, നാളികേരം, നെല്ല് കർഷകർക്കായി വ്യക്തമായ ആശ്വാസ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഈ ബജറ്റിൽ കാർഷിക മേഖലയെ പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ്. ഇത് കർഷകരെ എങ്ങനെ ബാധിക്കുമെന്നത് ആശങ്കാജനകമാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം കേരളത്തിനുണ്ടാകുന്ന വലിയ ധനനഷ്ടത്തെക്കുറിച്ച് ബജറ്റിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കേന്ദ്ര നയങ്ങളെ ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയണം. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ധവളപത്രമിറക്കിയത് വരും വർഷങ്ങളിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാരിനെ മാറി നിൽക്കാനുള്ള മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമാണ്. സർക്കാരിന്റെ സ്വാഭാവിക ബാധ്യതകളെ പെരുപ്പിച്ചു കാട്ടാനും വരവിലുണ്ടാകുന്ന വർധനവ് മറച്ചുവെക്കാനും ബജറ്റിലൂടെ ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ടെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വ്യത്യസ്ത വകുപ്പുകൾക്കുള്ള വിഹിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ വെറുതെ പുനഃക്രമീകരിക്കുക മാത്രമാണ് ബജറ്റിൽ ചെയ്തിട്ടുള്ളത്. കേരളമാകെ സ്വപ്നം കണ്ട നവകേരളം പദ്ധതിയെ പൂർണ്ണമായി കൈയൊഴിയുന്ന സമീപനമാണിത്. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഈ ബജറ്റിൽ കാണാനില്ല. LDF സർക്കാർ സ്വീകരിച്ചിരുന്ന ക്ഷേമ ആശ്വാസ നടപടികളും വികസന പ്രവർത്തനങ്ങളും ചേർന്ന ദ്വിമുഖ സമീപനം ഈ സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിച്ചു. മുൻ സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളും പേരുമാറ്റിയും അല്ലാതെയും ആവർത്തിക്കുക മാത്രമാണ് UDF ചെയ്തത്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ഇതിനൊരു ഉദാഹരണമാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തതിലൂടെയാണ് കേരളം അടുത്ത കാലത്ത് ലോക ശ്രദ്ധയാകർഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തുടർച്ചയായ നടപടികൾ ആവശ്യമാണെങ്കിലും ബജറ്റിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശൻ ഉന്നയിച്ച ഒട്ടേറെ ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വന്തം ബജറ്റിൽ അതിനെക്കുറിച്ചെല്ലാം മൗനം പാലിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി.